മോഹൻലാൽ എന്താ കൊമ്പുണ്ടോ എന്ന് പറയുമ്പം ആനക്കൊമ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ തെറി വിളിക്കുന്നതിന് മുമ്പേ ഈ വീഡിയോ ഒന്ന് മൊത്തമായിട്ട് കാണുക. ഇപ്പോൾ മോഹൻലാലിന്റെ കേസുകൾ നമ്മൾ വർഷങ്ങളായിട്ട് 10-15 കൊല്ലമായി തോന്നുന്നു ഈ ആനക്കൊമ്പുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ പറയുന്നു. പലരും ഇപ്പൊ ഗണേശ് വനം വകുപ്പ് മന്ത്രി, ഇപ്പം ഷിബു ബേബി ജോൺ മോഹൻലാലിന്റെ അടുത്ത ആളാണ്, ഇങ്ങനെയൊക്കെ ഒരുപാട് കമന്റ്സുകളൊക്കെ ഇപ്പം വരുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മോഹൻലാൽ എൻ്റെ കയ്യിൽ ആനക്കൊമ്പുണ്ട് എന്ന് ഉള്ള ആനക്കൊമ്പുകളുണ്ട്, ഒന്നിക്കൂടുതൽ ആനക്കൊമ്പുകളുണ്ട് എന്നുള്ളത് കോടതി മുഖേന പുള്ളി കൃത്യമായിട്ട് മോഹൻലാൽ കൃത്യമായിട്ടും വിവരം കൊടുത്തിട്ടുണ്ട്. അന്നേരം കോടതി പറഞ്ഞതനുസരിച്ച്, ഇപ്പോഴത്തെ പറഞ്ഞതനുസരിച്ച് നമ്മൾ വാർത്തകൾ കേട്ടിട്ടാണ് പറയുന്നത്. വാർത്തകൾ അനുസരിച്ച് പറയുന്നത് ഒറ്റത്തവണ പൊതുമാപ്പ് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ശിക്ഷകളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇത് സാധാരണപ്പെട്ട ഒരു ജനം, ഞാനോ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ ഇതുപോലെ തന്നെ ഒറ്റത്തവണ പൊതുമാപ്പ് കൊടുത്താൽ, ഞാൻ പൊതുമാപ്പ് പറയുന്നു, എന്നെ ശിക്ഷയിൽ നിന്ന് ഇളവ് ചെയ്യുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇത് മമ്മൂട്ടി ചെയ്താലും ദുൽഖർ ചെയ്താലും ഭഗവതി ചെയ്താലും പൃഥ്വിരാജ് ചെയ്താലും പലരും നമ്മൾ പല ന്യൂസുകൾ കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ വണ്ടിയുടെ കേസുകൾ വരുന്നു. ഇതൊന്നും ആരും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായാലും ശിക്ഷിക്കപ്പെടണം, അത് നിയമമാണ്. ഇപ്പം നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് നിയമമാണ്. നമ്മൾ ഇല്ല സിനിമ ഡയലോഗ് പോലാണല്ലോ നമ്മൾ പറയുന്നത്. കാരണം എല്ലാം നമ്മളെ കൈവിടുമ്പോൾ നിയമം ആണ് നമ്മളെ ആകെയുള്ള ആശ്രയം. നിയമം കൂടി പൈസയ്ക്കും പവറിനും മുമ്പിൽ അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശ്വാസം ഇല്ലാതായി പോകും. പിന്നെ പൊതുജനം ചുമ്മാ ഇരിക്കത്തില്ല. ഒരിക്കലും ഇതെല്ലാം പൊതുജനം ചോദ്യം ചെയ്യുന്ന ഒരു ദിവസം വരും. പൊതുജനം കഴുതയല്ലോ, അന്നേരം കൃത്യമായിട്ടും വരും. ഇപ്പൊ മോഹൻലാലിന്റെ കേസ് ഒരു ഉദാഹരണം മാത്രമാണ്. തെറ്റാര് ചെയ്യുന്നു അവർ ശിക്ഷിക്കപ്പെടുവാണെങ്കിൽ അത് പൊതുജനത്തിനും ഒരു വലിയൊരു തിരിച്ചറിവ് തന്നെയാണ്.